നമസ്കാരം. എല്ലാവർക്കും TV9 മലയാളത്തിലേക്ക് സ്വാഗതം. നാട്ടിലെങ്ങനെയാ? നല്ല മഴയുണ്ടോ? ഇന്നലെ കാലവർഷം എത്തി. ഒരു 3 ദിവസം വൈകിയാണ്. സാധാരണ ജൂൺ 1-ാം തീയതിയൊക്കെ കാലവർഷം എത്തുന്നതാണ്. ഇപ്പോൾ ഇന്നലെ ജൂൺ 4-ാം തീയതി കാലവർഷം എത്തി. ഇന്ന് ലോക പരിസ്ഥിതി ദിനം കൂടി. ഇപ്പം കാലവർഷം എത്തിയത് കൊണ്ട് നമ്മൾ പുതിയ ചെടിയൊക്കെ വെക്കുമ്പോൾ ഈ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നമ്മൾ ചെടികളൊക്കെ വെക്കുന്നത്. അപ്പോൾ ചെടിയൊക്കെ വെക്കുമ്പോൾ ഒരു നനവ് കിട്ടാം. നമുക്ക് ഇനി പ്രത്യേകം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ രണ്ടുകൂടി ചുമ്മാ ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, കാലവർഷമെത്തി. വെള്ളം ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ തെക്കൻ കേരളത്തിലൊക്കെ മഴ ഉണ്ടെങ്കിലും കൂടുതൽ കനത്ത മഴ അല്ലെങ്കിൽ ശക്തമായ മഴ അനുഭവപ്പെടുന്നത് വടക്കൻ ജില്ലകളിലാണ്. വടക്കൻ ജില്ലകളിൽ എറണാകുളം മുതൽ വടക്കോട്ട്, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം അവിടെ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. അതിതീവ്ര മഴയിലേക്ക് മാറുമെന്നുള്ളതാണ്. നാളെ അത് അതിതീവ്ര മഴയിലേക്ക് മാറും. പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളായ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ 5 വടക്കൻ ജില്ലകളിൽ നാളെ റെഡ് അലർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം പാലക്കാട്, തൃശ്ശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടും എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ബാക്കിയുള്ള തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പം മഴ എനിക്ക് തോന്നുന്നു ഞാൻ വായിച്ച റിപ്പോർട്ട് അനുസരിച്ച് IMD അറിയിക്കുന്ന കണക്കനുസരിച്ച് ജൂൺ 8-ാം തീയതി വരെ ഇങ്ങനെ തന്നെ കനത്ത മഴ തുടരും. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യമനുസരിച്ച് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മലയോര മേഖലകളിൽ പ്രത്യേക പ്രിക്കോഷൻസും കാര്യങ്ങളും നിങ്ങൾ സ്വന്തമായി തന്നെ സർക്കാരിൻ്റെ ഭാഗത്തും സർക്കാർ ചെയ്യുകയും നിങ്ങൾ സ്വന്തമായി തന്നെ ഒരു സുരക്ഷിതമായ ഇടത്തിലേക്ക് മാറണമെന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ, റവന്യൂ ഉദ്യോഗസ്ഥർ അറിയിക്കുമ്പോൾ സുരക്ഷിതമായ ഇടത്തേക്ക് മാറും. അതേപോലെ തന്നെ കുട്ടികളെ സൂക്ഷിക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പം ഈ മഴ കനക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ചും ഈ മലയോര മേഖലകളിലേക്ക് നമുക്കിപ്പം ഈ പറയുന്ന മൺസൂൺ സമയത്തേക്ക് മലയോര മേഖലയിൽ പോകുമ്പം മറ്റൊരു അനുഭൂതി. പക്ഷെ അതേപോലെ തന്നെ അപകടങ്ങൾ ഉള്ളൊരു സമയം കൂടി തന്നെയാണ്. അപ്പോൾ അത് സൂക്ഷിക്കുക. അതിൻ്റെ ഒരു പരിമിതി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇപ്പോൾ ഈ വയനാട്ടിലേക്ക് കൂടുതൽ യാത്രക്കാർ പോകുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ വയനാട്ടിലേക്ക്, അത് കോഴിക്കോടിനും വയനാടിനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന താമരശ്ശേരി ചുരത്തിൽ വലിയ രീതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 6 തൊട്ട് വൈകിട്ട് 8 മണി വരെയാണെങ്കിൽ പറ്റി ഈ വലിയ ഹെവി വെഹിക്കിൾസിനുള്ള വലിയ വാഹനങ്ങൾക്ക് ഒരു നിയന്ത്രണമാണ് താമരശ്ശേരി ചുരത്തിൽ ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ മറ്റ് ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ദുരന്ത സാധ്യത ഒഴിവാക്കുന്നതിനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ, പ്രത്യേകിച്ച് ഉരുൾപൊട്ടലും മണ്ണിടിച്ച് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും അതേപോലെ തന്നെ വേഗത്തിൽ വെള്ളം ഉയരാൻ സാധ്യതയുള്ള നദിക്കരയിലും അതിനനുബന്ധിച്ച് താമസിക്കുന്നവരുടെയൊക്കെ എല്ലാം സുരക്ഷിതമായ സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറണമെന്നാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ റിപ്പോർട്ടുകളിലൊക്കെ ഞാൻ കാട്ടാക്കട ഒരു വീട് ആണെങ്കിൽ മഴയെ തുടർന്ന് കനത്ത മഴയെ തുടർന്ന് ഇടിഞ്ഞു വീഴുകയും പിന്നെ ഇടുക്കിയിൽ ഒരു പണിതുകൊണ്ടിരിക്കുന്ന കെട്ടിടം ഇന്നലെ പുലർച്ചെ വീഴുകയും ചെയ്തു. സമാനമായ സ്ഥിതിവിശേഷങ്ങളൊക്കെ മറ്റു ചിലയിടത്തൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വാഹന അപകടങ്ങൾ. ഇപ്പം ഇന്ന് ഞാൻ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലായിട്ട് ഏകദേശം കുറച്ചധികം വാഹനാപകടങ്ങൾ ഉണ്ടാക്കി. ഏകദേശം 6 മരണങ്ങൾ അല്ലെങ്കിൽ 4-5 മരണങ്ങൾക്ക് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം വാഹനം ഈ പറയുന്ന മഴ സമയത്ത് പോകുമ്പോൾ പ്രത്യേകിച്ച് ഈ റോഡുകളൊക്കെ പെട്ടെന്ന് തെന്നാൻ സാധ്യതയുണ്ട്. വെള്ളം ഏറി കിടക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഞാൻ ഇന്നലെ ഗൂഗിൾ മാപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ അതിൽ തന്നെയാണ്. നിങ്ങൾ നേരെ കിടക്കുന്ന ഹൈവേ ആണ് നിങ്ങൾ പ്രതീക്ഷിച്ച് നല്ല സ്പീഡിൽ പോകാൻ ശ്രമിക്കുകയാണെങ്കിലും വലിയ അപകടങ്ങൾ വരുത്തി വെക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ തന്നെ മിക്ക അപകടങ്ങളും മഴയുടെ പശ്ചാത്തലമുണ്ട്. അപ്പോൾ മഴ കാരണമാണ് റോഡിൻ്റെ ആ ഒരു സിറ്റുവേഷൻ അല്ല, മഴയുടെ ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് സുരക്ഷിതമായിട്ടിരിക്കുക മഴ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും. പിന്നെ വെള്ളച്ചാട്ടങ്ങൾ, മലയോര മേഖല എന്നിവിടെയെങ്കിലും വിനോദയാത്ര മഴ മുന്നറിയിപ്പ് മാറുന്നവരെ ഒഴിവാക്കണമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇപ്പം ഈ പറയുന്ന ഈ മലയോര മേഖലകളിലേക്ക് ഈ മഴ വരുമ്പോഴത്തേക്ക് ഒന്നുകൂടെ ഭംഗിയാണ്. ആ ഭംഗി ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി പോകും. പക്ഷെ അതുപോലെ തന്നെ ഒരു ഇച്ചിരി റിസ്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് കുറച്ചൊക്കെ ഈ ഒരു സുരക്ഷിതമാണെന്ന് അറിയിക്കുമ്പോൾ പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു ഉടനെ തന്നെ
ചില മേഖലകളിലേക്ക് പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിലക്ക് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ വെറും കൈയോടെ പോകുന്ന ഒരു സ്ഥിതിയാണ്. നമുക്ക് ഒന്നും കാണാനോ ഒന്നും സാധിക്കത്തില്ല. അതുകൊണ്ട് സുരക്ഷിതമാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഇതുപോലെയുള്ള മലയോര മേഖലകളിൽ യാത്ര ചെയ്യണം. അതേപോലെ തന്നെ തീരങ്ങൾ വേലിയേറ്റം കൂടാൻ സാധ്യതയാണ് ഈ സമയത്ത്. തീരദേശങ്ങളിലെ കാറ്റിൻ്റെ വേഗത സംബന്ധിച്ച് ഞാൻ ഇന്നലെ ഞാൻ സംസാരിക്കുകയും ചെയ്തു. ഏകദേശം 40-50 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളത് കൊണ്ടും സുരക്ഷിതമായി തന്നെ തീരദേശ മേഖലയിൽ ബീച്ചുകളിൽ പോകുന്നവരും അതും ശ്രദ്ധിക്കുക. അപ്പം മഴ മുന്നറിയിപ്പ് ഞാൻ പറഞ്ഞു. നാളെ ശനിയാഴ്ചത്തെ മഴ മുന്നറിയിപ്പാണ്. ഞായറാഴ്ചത്തെ മഴ മുന്നറിയിപ്പും വന്നിട്ടുണ്ട്. ഞായറാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും, കാസർഗോഡ്, കണ്ണൂർ, പാലക്കാട്, തൃശ്ശൂർ എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചേക്കുന്നത്. അപ്പം അത് സംബന്ധിച്ച് ഒരു സുരക്ഷിതമായ നിങ്ങളുടെ യാത്രയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒക്കെ പ്ലാൻ ചെയ്യുക. അപ്പം മഴ സംബന്ധിച്ചുമായ എല്ലാ വിവരങ്ങളും ഞങ്ങളൊരു ലൈവ് ബ്ലോഗിൽ അറിയിക്കുന്നുണ്ട്. TV9 മലയാളത്തിൻ്റെ വെബ്സൈറ്റ് പരിശോധിച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.